എടാ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സെമിനാർ റിപ്പോർട്ട് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സെമിനാർ റിപ്പോർട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ മാറി മാറിയാണ് ചോദിക്കാറുള്ളത്. ചില സമയത്ത് വേണമെങ്കിൽ രണ്ടും ഒരുമിച്ച് ചോദിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ചോദിക്കാം, സെമിനാർ റിപ്പോർട്ടും ചോദിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെമിനാർ റിപ്പോർട്ട് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്, വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൻ്റെയോ സെമിനാറിൻ്റെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി തരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത്. അല്ലാതെ നമുക്ക് അറിയത്തില്ലല്ലോ ആരൊക്കെ പങ്കെടുത്തു, എന്താണ് ഇവൻറ്റ്, എന്നാണ് നടന്നത്, ഇവിടെ വെച്ചാണ് നടന്നത്, ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് തരും, ഡീറ്റെയിൽസ് നമുക്ക് തരും. അപ്പോൾ ആ ഡീറ്റെയിൽസിൻ്റെ എന്താണ് അടങ്ങിയ ഒരു നോട്ടീസാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കോ, ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ കണ്ടക്ടഡ് എ സെമിനാർ ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് ഫുഡ് ക്രോപ്സ്. Given below is a program notice. Prepare a report. ഇവിടെ സെമിനാർ ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി സെമിനാർ റിപ്പോർട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വന്ന റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാമിനേക്കാളും സെമിനാർ റിപ്പോർട്ട് ആയിരിക്കും എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം സെമിനാർ ആണ്. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, വെന്യൂ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം ഉണ്ട്, ദെൻ പ്രയർ, പ്രോഗ്രാം ഡീറ്റെയിൽസ്, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നമ്മൾ എഴുതുവാണ്. നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. സെമിനാർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സംഭവം നടന്നു കഴിഞ്ഞു, ദെൻ പിറ്റേ ദിവസത്തെ ന്യൂസിലാണ് എന്ത് ചെയ്യുന്നത്, ആ വാർത്ത വരുന്നത്. സോ പാസ്റ്റ് ഇവൻറ്റ്. ഇതും എന്ത് തന്നെയാണ്, ആ പാസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്ത് എഴുതുക. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട്. സെമിനാർ റിപ്പോർട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കാം കേട്ടോ. സെമിനാർ റിപ്പോർട്ട് ഹെഡിങ് കൊടുക്കുക. സെമിനാർ റിപ്പോർട്ട് ഹെഡിങ് കൊടുക്കുക. ദെൻ കണ്ടന്റ്, നമ്മൾ ആ നോട്ടീസ് കണ്ട കണ്ടന്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡറിൽ എടുത്തങ്ങ് എഴുതുന്നു, ഒന്നുമില്ല. ദ നേച്ചർ ക്ലബ് ഓഫ് ABC സ്കൂൾ കണ്ടക്ടഡ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ഡൈവേഴ്സിറ്റി ഓഫ് ഫുഡ് ക്രോപ്സ് ഓൺ 17th January 2021 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. നിങ്ങൾക്ക് ഡേറ്റ് ഇപ്പോഴത്തെ ഡേറ്റ് വയ്ക്കാം കേട്ടോ, 2024 2025 അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ദ പ്രോഗ്രാം ബിഗാൻ, നിങ്ങൾക്ക് അവിടെ തരുന്ന ഡേറ്റ് വയ്ക്കാം നോട്ടീസിനകത്ത്. The program began at 9:30 AM with a prayer by the school choir. The principal, Mr. Xavier, welcomed the audience. The PTA president, Mr. Madhu, chaired the program and gave the presidential address. The seminar was inaugurated by the famous research scientist Dr. Vasu, and he delivered the keynote address. Felicitation was offered by Panchayat member Mrs. Leela. The papers were seminar ആയതുകൊണ്ട് seminar paper presentation ഉണ്ട്. So the papers were presented by Master Vinay and Ms. Ritika on various topics. It was followed by a discussion. Then vote of thanks was proposed by the school leader Master Nitin Thomas. The program ended with the national anthem. Simple. Simple and humble. നമുക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് എഴുതി. സെമിനാറാണ് കണ്ടക്ട് ചെയ്തത്. സോ എന്ത് റിപ്പോർട്ടാണ്, സെമിനാർ റിപ്പോർട്ടാണ്. ഇതിനൊരു പെട്ടിയും കൂടെ വരച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് മേടിക്കാൻ പറ്റും. 6 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. ഇത്രേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ സെമിനാർ റിപ്പോർട്ടിന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതുമല്ലോ അല്ലേ. ഇത്ര എളുപ്പമുള്ളൊരു സാധനം വേറെ നമുക്കില്ല. കാരണം നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, നമ്മളെടുത്ത് വെച്ചാൽ മതി. ഈ ഒരു ജനറൽ ഫോം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഡിസ്കോഴ്സ് ഐറ്റംസ് വേറെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസും ഇനി ഇതേപോലെയുള്ള വീഡിയോസിൻ്റെ ലിങ്കുകളൊക്കെ എന്ത് ചെയ്യും, അവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.